ഹൈ സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിൽ ടിപ്സ് PSC. അപ്പോൾ നമുക്കറിയാം ഈ ഒരു 2025 ലാസ്റ്റിൽ, അതായത് റീസെൻ്റായിട്ട് നമുക്ക് കുറേ അധികം നോട്ടിഫിക്കേഷൻസ് വരികയുണ്ടായി. അപ്പോൾ നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഒട്ടനവധി നോട്ടിഫിക്കേഷൻസ് PSC പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ്റെയൊക്കെ എക്സാം ഡേറ്റ് എന്നാണെന്ന് നമ്മുടെ PSCയുടെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അതിനെപ്പറ്റിയുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഓക്കെ, അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഏതാണെന്ന് അറിയാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. PSC റീസെൻ്റായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻസിൻ്റെയൊക്കെ ഒരു എക്സാം ഏത് മാസം ആയിരിക്കും എന്നതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം വരുന്നത് നമ്മുടെ ജാനുവരിയിൽ വരുന്നതാണ്. ഈ ഒരു ജാനുവരി 2026 ജാനുവരിയിൽ നടക്കുന്ന എക്സാമിൻ്റെ കൺഫർമേഷനും എക്സാം ഡേറ്റുമൊക്കെ നിങ്ങൾക്കറിയായിരിക്കും. സോ നമുക്ക് എന്തായാലും അതോടെ നോക്കാം. അതിൽ കാറ്റഗറി നമ്പർ 223/2025 എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ്, അത് ഷെഡ്യൂൾഡ് കാസ്റ്റിന് വേണ്ടി മാത്രമുള്ളതാണ്. അതിൻ്റെ എക്സാം ഈ ഒരു ജാനുവരിയിൽ ഉണ്ട്. അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ സിവിൽ കാറ്റഗറി നമ്പർ 276/2025 ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. ആ ഒരു എക്സാമും ഈ ഒരു ജാനുവരിയിൽ നടക്കുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ നമ്മുടെ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എക്സാമും ഈ ഒരു ജാനുവരിയിൽ നടക്കുന്നുണ്ട്. ദെൻ കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ്റെ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ വരുന്നത് 362/2025. ഈ 4 എക്സാമുകളാണ് നമ്മുടെ ഈ ഒരു ജാനുവരിയിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡേറ്റും നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റൊക്കെ വന്നിട്ടുണ്ടാവും. നമുക്ക് ഈ ഒരു 27-ാം തീയതി എക്സാമുണ്ട്, അതുപോലെ തന്നെ 12-ാം തീയതിയൊക്കെ എക്സാമുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത് നോക്കേണ്ടതാണ് ഫെബ്രുവരി 2026 ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന എക്സാമുകളുടെ ഡീറ്റെയിൽസ് ആണ്. അതിൽ ആദ്യത്തേതാണ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിവിൽ. ഓക്കെ, അത് കാറ്റഗറി നമ്പർ വരുന്നത് 097/2025. അത് ഡിപ്പാർട്ട്മെൻറ്റ് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിൻ്റെ എക്സാം വരുന്നത് ഫെബ്രുവരിയിലാണ്. 2026 ഫെബ്രുവരിയിലാണ് ആ ഒരു എക്സാം നടക്കാൻ സാധ്യതയുള്ളത്. ദെൻ അടുത്ത മറ്റൊരു എക്സാമാണ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ തന്നെ കാറ്റഗറി നമ്പർ 180/2025 അത് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫെബ്രുവരിയിൽ നമുക്ക് ഈ ഒരു 2 എക്സാമുകളാണ് സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വരുന്നത്. ദെൻ അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് ജൂൺ ഓഗസ്റ്റ് മാസം. ഓക്കെ, 2026 ജൂൺ ഓഗസ്റ്റ് മാസത്തിൽ വരുന്ന എക്സാമുകളുടെ ഡീറ്റെയിൽസ് ആണ്. നമുക്കറിയാം ഈ കഴിഞ്ഞ 2025 നമുക്കൊരു ജൂൺ മുതൽ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ, ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു മന്തൊക്കെ നമുക്ക് ഒട്ടനവധി എക്സാമുകൾ നടന്ന ടൈമായിരുന്നു. ഈ ഒരു 2026 അതുപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ജൂൺ ഓഗസ്റ്റ് ടൈമിൽ നമുക്ക് ഏതൊക്കെയാണ് എക്സാം നടക്കാൻ സാധ്യതയുള്ളതെന്ന് നോക്കാം. ഈ ഒരു എക്സാം ഡീറ്റെയിൽസ്, എക്സാമിൻ്റെ ഡേറ്റ് മുൻകൂട്ടി പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു ടൈം ക്രമീകരിച്ച് പഠിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മന്തിൽ ഏതൊക്കെയാണ് എക്സാം നടക്കുന്നത് നോക്കാം. ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഡ്രാഫ്റ്റ്മാൻ സിവിൽ, അത് ഷെഡ്യൂൾഡ് ട്രൈബിന് വേണ്ടിയുള്ളതാണ്. ആ ഒരു എക്സാം നമ്മുടെ ഈ ഒരു ജൂൺ ഓഗസ്റ്റ് ആ മന്തിൽ നടക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ കാറ്റഗറി നമ്പർ വരുന്നത് 230/2025 ആണ്. ദെൻ അതുപോലെ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ അത് ഡിപ്പാർട്ട്മെൻറ്റ് കാൻഡിഡേറ്റ്സ് ആണ്. ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടുള്ള എക്സാമാണ്. അത് കാറ്റഗറി നമ്പർ വരുന്നത് 455/2025 ആണ്. ഓക്കെ, ദെൻ അടുത്തത് ട്രെയിനിങ് ഇൻസ്ട്രക്ടർ, അത് നമുക്കെല്ലാവർക്കും ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. അതിൻ്റെ എക്സാമും ഈ ഒരു ജൂൺ ഓഗസ്റ്റ് മന്തിലാണ് നടക്കുന്നത്. കാറ്റഗറി നമ്പർ വരുന്നത് 456/2025 ആണ്. ഓക്കെ, അത് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് അത് വരുന്നത്. ദെൻ അതുപോലെ തന്നെ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1, ഓക്കെ, കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 ഈ ഒരു ജൂൺ ഓഗസ്റ്റ് മന്തിൽ നടക്കാം. അതുപോലെ എൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് 461/2025 ആണ്. അതുപോലെ ഓവർസിയർ ഗ്രേഡ് 1, അതായത് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഓവർസിയർ ഗ്രേഡ് 1 നമുക്ക് ഈ ഒരു മന്തിൽ നടക്കാം. അതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് 462/2025 ആണ്. ദെൻ അതുപോലെ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1, അത് നമ്മുടെ ST കാർക്ക് വേണ്ടി മാത്രമുള്ള എക്സാമാണ്. അതും കാറ്റഗറി നമ്പർ 638/2025. അതും ഈ ഒരു ജൂൺ ഓഗസ്റ്റ് മന്തിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു എക്സാമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക. ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ
വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക. ഓക്കെ, വീഡിയോയ്ക്ക് ഒരു ലൈക്കും ഹൈപ്പും കൊടുക്കുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്ത് വെച്ചിരുന്നാൽ നമ്മുടെ ഈ ഒരു PSCയുടെ അപ്ഡേഷൻസ്, സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റീവ് അപ്ഡേഷൻസ് എല്ലാം നമ്മുടെ ചാനലിൽ ഇടുന്നതാണ്. അതുപോലെ തന്നെ ക്ലാസ്സുകളും അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ട് കുറച്ച് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതുപോലെ നിമി ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്. അതെല്ലാം നിങ്ങൾക്ക് നമ്മുടെ പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ബണ്ടിലായിട്ട് നിങ്ങൾക്കത് കാണാൻ കഴിയും. നിങ്ങൾക്കത് ആവശ്യമുള്ളതുപോലെ കാണാവുന്നതാണ്. ഓക്കെ, ദെൻ അടുത്ത് നോക്കാം. അടുത്ത് നമ്മുടെ ഈ ഒരു ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1, അതായത് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 എക്സാമും കാറ്റഗറി നമ്പർ വരുന്നത് 724/2025 അതും ഈ ഒരു ജൂൺ ഓഗസ്റ്റ് മന്തിൽ നടക്കാം. അതുപോലെ ദെൻ അടുത്തത് ഡ്രാഫ്റ്റ്മാൻ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ അതിൻ്റെയും കാറ്റഗറി നമ്പർ വരുന്നത് 725/2025 അതിൻ്റെയും എക്സാം ഈ ഒരു ജൂൺ ഓഗസ്റ്റ് മന്തിലാണ് നടക്കാൻ സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മന്തിൽ ഒരു 8 എക്സാമുകളാണ്. 8 എക്സാമുകളിലും നമ്മുടെ ST കാർക്കുള്ളത് പോയിട്ട്, അതുപോലെ തന്നെ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടുള്ള എക്സാമുകൾ പോയിട്ട് ഒരു 6 എക്സാമിലല്ല 5 എക്സാമുകൾ എല്ലാവർക്കും കോമൺ ആയിട്ട് നോർമൽ സ്റ്റുഡൻസിന് എഴുതാൻ പറ്റുന്നതാണ്. സോ അത് നിങ്ങൾ ഓർക്കുക. അതുപോലെ ഈ ഒരു ജൂൺ ഇപ്പം തന്നെ ജാനുവരി പകുതി ആകാറായല്ലേ. സോ നിങ്ങൾ ആ ഒരു ക്രമീകരിച്ച് ടൈം പീരീഡൊക്കെ ക്രമീകരിച്ച് ടൈം ടേബിളൊക്കെ ക്രമീകരിച്ച് പഠിക്കാൻ ശ്രമിക്കുക. മറ്റൊരു കാര്യം നോക്കേണ്ടതും ഈ ഒരു എക്സാമുകളുടെ, ഇപ്പോൾ ഞാനിത് ആ ഒരു കാര്യം ഞാൻ ലാസ്റ്റ് പറയാം. ഓക്കെ, ദെൻ അടുത്ത് ഏതൊക്കെയാണ് നോക്കാം. അടുത്ത് പറയുന്നത് ജൂലൈ സെപ്റ്റംബർ മാസം 2026 ജൂലൈ സെപ്റ്റംബർ മാസം നടക്കാൻ സാധ്യതയുള്ള എക്സാമുകളുടെ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം വരുന്നത് തേർഡ് ഗ്രേഡ് ഓവർസിയർ ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അത് ST കാർക്ക് വേണ്ടിയുള്ള റിക്വയർമെൻ്റ് ആണ്. കാറ്റഗറി നമ്പർ 222/2025 ദെൻ അതുപോലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എക്സാം കാറ്റഗറി നമ്പർ 537/2025 ദെൻ അതുപോലെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, അത് ട്രാൻസ്ഫർ റിക്വയർമെൻ്റ് ആണ്. അത് കാറ്റഗറി നമ്പർ 538/2025 ദെൻ അടുത്ത് വരുന്നത് ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 ഡയറക്ടർ റിക്വയർമെൻ്റ് ആണ്. അത് കേരള വാട്ടർ അതോറിറ്റിയുടേതാണ്. കാറ്റഗറി നമ്പർ വരുന്നത് 548/2025 ദെൻ അതുപോലെ തേർഡ് ഗ്രേഡ് ഓവർസിയർ വരുന്നുണ്ട്. LSTD ഡിപ്പാർട്ട്മെൻറ്റിലുള്ള തേർഡ് ഗ്രേഡ് ഓവർസിയർ കാറ്റഗറി നമ്പർ വരുന്നത് 567/2025 ദെൻ അതുപോലെ 878/2025 അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ എക്സാം നടക്കുന്നുണ്ട്. അത് ഡിപ്പാർട്ട്മെൻറ്റ് കാൻഡിഡേറ്റ്സിന് മാത്രമുള്ളതാണ്. ദെൻ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസ് കേരളയിൽ ഓവർസിയർ ഗ്രേഡ് 2 എക്സാമും കാറ്റഗറി നമ്പർ 882/2025 ഓക്കെ, ആ ഒരു ഇത്രയും ഈ ഒരു 7 കാറ്റഗറി നമ്പറുകളുടെ എക്സാം ഈ ഒരു ജൂലൈ സെപ്റ്റംബർ മന്തിൽ നടക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ജൂൺ മുതൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെയുള്ള മാസങ്ങൾ അപ്പം ഈ ഒരു 2026 സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് ഇമ്പോർട്ടൻ്റ് ആയൊരു മാസങ്ങളാണ്. അപ്പോൾ ഒട്ടനവധി എക്സാമുകൾ ഇപ്പം ഈ ഒരു റീസെൻ്റായിട്ട് വന്ന നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ എക്സാമുകളും ഈ ഒരു മന്തിലാണ് നടക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു സമയം ക്രമീകരിച്ച് പുതുതായിട്ടുള്ള ടൈം ടേബിളൊക്കെ മേക്ക് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ദെൻ അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് ഓഗസ്റ്റ് ഒക്ടോബർ മാസത്തിലുള്ള ഏതൊക്കെ എക്സാം എന്നാണ്. അതിൽ ആദ്യം വരുന്നത് ട്രേസറാണ്. ഓക്കെ, LSTD ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ട്രേസറാണ്. കാറ്റഗറി നമ്പർ 633/2025 ദെൻ അതുപോലെ തന്നെ സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ട്രേസർ ഡയറക്ടർ റിക്വയർമെൻറ്റ്, അത് 775/2025 ഈ 2 കാറ്റഗറിയുടെ എക്സാമാണ് നമ്മുടെ ഈ ഒരു ഓഗസ്റ്റ് ഒക്ടോബറിൽ നടക്കാൻ സാധ്യതയുള്ളത്. ഓക്കെ, ദെൻ അടുത്ത് നോക്കേണ്ടതാണ് സെപ്റ്റംബർ നവംബർ മാസത്തിൽ നടക്കാൻ സാധ്യതയുള്ളത്. കേരള വാട്ടർ അതോറിറ്റിയിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എക്സാം നടക്കുന്നുണ്ട്. അത് കാറ്റഗറി നമ്പർ 706/2025 അതുപോലെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ട്രേഡ്സ്മാൻ മേസൺ, അത് 885/2025 ഓക്കെ, അപ്പോൾ ഈ ഒരു നവംബർ മാസത്തിൽ ഈ ഒരു 2 എക്സാമുകളാണ് നടക്കാൻ സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി മെയിനായിട്ട് പറയുന്ന കാര്യത്തിലേക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു 2026 ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മന്തിൽ നമുക്ക് എത്ര എക്സാമുകളുണ്ട് എല്ലാം, അതായത് നമ്മുടെ ട്രാൻസ്ഫർ വേണ്ടിയിട്ടുള്ളതായാലും അതുപോലെ ST കാർക്കുള്ളതും അതുപോലെ നോർമൽ സ്റ്റുഡൻസിന് എഴുതാനുള്ളവരെ കൂട്ടിക്കഴിഞ്ഞാൽ 15 എക്സാമുകളാണ് ഈ ഒരു ജൂൺ മുതൽ സെപ്റ്റംബർ മാസത്തിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്.
എല്ലാ എക്സാമുകളിലും നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അപ്ലൈ ചെയ്തിട്ടുള്ള എക്സാമുകളിലെ ടൈം ടേബിൾ അല്ല, സിലബസ് ആദ്യം നിങ്ങളൊന്ന് റെഫർ ചെയ്യുക. ഓക്കെ, സിലബസ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള സബ്ജക്റ്റിൻ്റെ ഏതൊക്കെ ടോപ്പിക്സ് ആണെന്ന് നിങ്ങൾക്ക് ആ ഒരു സിലബസ്, അതായത് ഈ ഒരു നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ആ അപ്ലൈ ചെയ്തിരിക്കുന്ന എക്സാമുകളിൽ എല്ലാ എക്സാമുകളിലും സിലബസ് നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അതായത് കഴിഞ്ഞ വർഷത്തെ സിലബസ്, ഈ സെയിം പോസ്റ്റുകൾ കഴിഞ്ഞ വർഷം വിളിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ സിലബസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു സിലബസ് ആദ്യം അനലൈസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഒരുപോലെ, അതായത് എല്ലാ പോസ്റ്റിലും ഒരുപോലെ വരുന്ന സബ്ജക്റ്റുകൾ ആദ്യം പ്രിഫർ ചെയ്ത് പഠിക്കുക. ഓക്കെ, അങ്ങനെ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് നമ്മുടെ കൺഫർമേഷനൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ആ കറക്റ്റ് സിലബസ് അറിയാൻ കഴിയും. എന്നാലും പഴയ സിലബസിനൊന്നും വലിയ വ്യത്യാസമൊന്നും കാണത്തില്ല. സോ നിങ്ങൾ കറക്റ്റ് സിലബസ് കൺഫർമേഷനൊക്കെ വരുന്ന ടൈമിൽ കറക്റ്റ് സിലബസ് PSC പബ്ലിഷ് ചെയ്യും. അത് നിങ്ങൾക്ക് ഒന്നുകൂടെ റെഫർ ചെയ്തിട്ട് എന്തൊക്കെയാണ് വിട്ടുപോയ ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാനത് എങ്ങനെയാണെന്ന് ഒന്നുകൂടെ പറയുന്നു. അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അപ്ലൈ ചെയ്തിട്ടുള്ള എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലുള്ള സിലബസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ആ ഒരു എല്ലാ സിലബസും നിങ്ങൾ അനലൈസ് ചെയ്തതിന് ശേഷം ഈ എല്ലാ സിലബസിലും കോമൺ ആയിട്ട് വരുന്ന കുറേ സബ്ജക്റ്റും ടോപ്പിക്സും ഉണ്ടാവുമല്ലോ. സോ ആ സബ്ജക്റ്റുകൾ നിങ്ങൾ ആദ്യം പഠിച്ചു തീർക്കുക. ഓക്കെ, എന്നിട്ട് ഓരോ സിലബസും സെപ്പറേറ്റ് എടുത്തിട്ട് ബാക്കിയുള്ള ആഡ് ചെയ്യാനുള്ള ടോപ്പിക്സുകൾ കൂടെ ആഡ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീർക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെയും പറയുന്നത് 2025 പോലെ തന്നെ ഈ ഒരു 2026 സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് നല്ലൊരു ചാൻസ് ഉള്ള വർഷങ്ങളാണ്. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ പല നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റീസെൻ്റായിട്ട് PSC പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിൽ വേക്കൻസികൾ കുറവാണെങ്കിൽ പോലും ഈ ഒരു 2027 റിട്ടയർമെൻറ്റ് കൂടുതലാണ്. ഓക്കെ, പെൻഷനാവാനുള്ള സാധ്യതയൊക്കെ 2027 കൂടുതലാണ്. സോ അപ്പോൾ വരുന്ന ദിവസങ്ങൾ, അതായത് ആ ഒരു 2027 2026 ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഈ ഒരു എല്ലാ പോസ്റ്റിൻ്റെയും വേക്കൻസി കൂടാനുള്ള സാധ്യതയുണ്ട്. മെയിനായിട്ട് നമ്മുടെ ഇറിഗേഷൻ, കേരള വാട്ടർ അതോറിറ്റി, ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെയുള്ള ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വേക്കൻസി കൂടാൻ സാധ്യതയുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റുകൾ മാത്രമല്ല, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും വേക്കൻസി കൂടാൻ സാധ്യതയുണ്ട്. സോ നിങ്ങൾ ഒരു വേക്കൻസി എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കുകയോ പ്രിപ്പയർ ചെയ്യാതിരിക്കുകയോ ചെയ്യരുത്. ആ ഒരു വേക്കൻസിയിൽ നമ്മൾ പഠിച്ച് കയറും, ഒരു ഗവൺമെൻറ് ജോബ് വാങ്ങും എന്ന് ആ ഒരു തീരുമാനം എടുത്തിട്ട് നിങ്ങളത് ബ്രേക്ക് ആവാതെ തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ നോട്ടിഫിക്കേഷൻസിന് അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ തന്നെ അവൈലബിൾ ആണ്. അത് ഞാനിവിടെ ലാസ്റ്റ് കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് അത് നോക്കി നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് നോക്കി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. താങ്ക് യു.